സ്വർണത്തിൻ്റെ വില നമ്മൾ നോക്കിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഓരോ സെക്കൻഡിലും മാറുന്നത്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ സൂത്രധാരനാര്? സമ്പദ് വ്യവസ്ഥയെ വിറപ്പിക്കുന്ന യുദ്ധങ്ങളുണ്ടായാലും സാമ്പത്തിക മാന്ദ്യങ്ങൾ വന്നാലും തളരാത്ത ഒരേ ഒരു സാമ്രാജ്യമേ ഉള്ളൂ, അത് സ്വർണത്തിൻ്റേതാണ്. എന്നാൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഈ മഞ്ഞ ലോഹത്തിൻ്റെ വില യഥാർത്ഥത്തിൽ നിശ്ചയിക്കുന്നത് ആരാണ്? വിപണിയെ വിറപ്പിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ലോകത്ത് ഒരൊറ്റ അധികാര കേന്ദ്രവുമില്ല. ഒരു സർക്കാരോ കേന്ദ്ര ബാങ്കുമല്ല സ്വർണത്തിൻ്റെ മൂല്യം നിയന്ത്രിക്കുന്നത്. പകരം ആഗോള വിപണികളിൽ ഓരോ നിമിഷവും ട്രില്യൺ കണക്കിന് ഡോളറിൻ്റെ ഇടപാടുകൾ നടത്തുന്ന അദൃശ്യരായിട്ടുള്ള നിക്ഷേപകരുടെയും വ്യാപാരികളുടെയും കൂട്ടായിട്ടുള്ള തീരുമാനങ്ങളിലാണ് സ്വർണത്തിൻ്റെ യഥാർത്ഥ വില ഒളിഞ്ഞിരിക്കുന്നത്. സ്വർണം ഒരു സാധാരണ ലോഹമല്ല, അതൊരു ചരക്കും അതേസമയം തന്നെ സുരക്ഷിതമായിട്ടുള്ള പണ ആസ്തിയുമാണ്. ഇത് ചെമ്പ് പോലെ ഖനനം ചെയ്യപ്പെടുന്നു, എണ്ണ പോലെ അന്താരാഷ്ട്ര വിപണിയിൽ വ്യാപാരം ചെയ്യപ്പെടുന്നു, കറൻസി പോലെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കപ്പെടുന്നു. സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് രക്ഷ നേടാൻ ഇൻഷുറൻസ് പോലെ ഒരു ഹെഡ്ജായിട്ട് നിക്ഷേപകർ ഇതിനെ ഉപയോഗിക്കുന്നുമുണ്ട്. വിതരണത്തിനും അതേപോലെ തന്നെ ഡിമാൻഡിനും പുറമെ പലിശ നിരക്കുകൾ, പണപ്പെരുപ്പം, ജിയോ പൊളിറ്റിക്സ്, അതേപോലെ തന്നെ സെൻട്രൽ ബാങ്ക് നയങ്ങൾ എന്നിവയോട് സ്വർണ്ണവില അതിവേഗം പ്രതികരിക്കുന്നതിന് കാരണവും അതേപോലെ തന്നെ ഈ ഇരട്ട പങ്ക് തന്നെയാണ് ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും വിലയേറിയതുമായിട്ടുള്ള ലോഹങ്ങളുടെ ഏറ്റവും വലിയ ഭൗതിക കേന്ദ്രമെന്ന് പറയുന്നത് ലണ്ടനാണ്. ഇവിടെയാണ് സ്വർണത്തിൻ്റെ ആഗോള മാനദണ്ഡം സ്ഥാപിതമായിരിക്കുന്നത്. 2015 നിലവിൽ വന്ന നൂതനമായിട്ടുള്ള ഇലക്ട്രോണിക് ലേലാധിഷ്ഠിത പ്രക്രിയയിലൂടെയാണ് LBMA സ്വർണ്ണവില ദിവസേന 2 തവണ നിർണ്ണയിക്കുന്നത് തന്നെ. JP മോർഗൻ ചേസ്, ഗോൾഡ്സ്മാൻ സാച്ചസ്, അതേപോലെ തന്നെ UBS തുടങ്ങിയിട്ടുള്ള ലോകത്തിലെ പ്രമുഖരായിട്ടുള്ള 15 ബാങ്കുകളാണ് ഈ പ്രക്രിയയിൽ പങ്കാളികളാകുന്നത്. ഇതിൽ തന്നെ ലണ്ടൻ ലേല പ്രക്രിയയിൽ വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ഓർഡറുകളുടെ അസന്തുലിതാവസ്ഥ ഏതാണ്ട് 10,000 ഔൺസിൽ കൂടുതലാണെങ്കിൽ വിലയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ്. തുടർന്ന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരത്തിൽ എത്തുന്നത് വരെ ലേലം പുനരാരംഭിക്കുകയാണ് ചെയ്യാറുള്ളത്. ആഗോള വിതരണ ശൃംഖലയുടെ വടക്കൻ നക്ഷത്രമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ലണ്ടൻ ഫിക്സ് വിലയെ അടിസ്ഥാനമാക്കിയാണ് ന്യൂമോണ്ട് ബാരിക് ഗോൾഡ് പോലുള്ള ആഗോള ഖനന കമ്പനികൾ തങ്ങളുടെ ഉൽപ്പാദനം വിലയിരുത്തുന്നതും അമേരിക്കൻ മിന്റ് നാണയങ്ങളുടെ വില നിശ്ചയിക്കുന്നതും. ബ്ലൂംബർഗ് അല്ലെങ്കിൽ CNBC പോലുള്ള സാമ്പത്തിക വാർത്താ ചാനലുകളിൽ നമ്മൾ കാണുന്ന തത്സമയ വിലയെ സ്പോട്ട് പ്രൈസ് എന്ന് വിളിക്കുന്നു. ന്യൂയോർക്കിലെ കൊമെക്സ് പോലുള്ള ഡെറിവേറ്റീവ് മാർക്കറ്റുകളിലെ ഫ്യൂച്ചേഴ്സ് കരാറുകളിലൂടെയാണ് ഈ വില യഥാർത്ഥത്തിൽ കണ്ടെത്തുന്നത് തന്നെ. മാത്രമല്ല പ്രധാനമായിട്ടും ഇവിടെ വ്യാപാരികൾ സ്വർണ്ണ ബാറുകൾ നേരിട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ അത് വിൽക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പകരം സ്വർണ്ണ വിലയുടെ ഭാവിയിലെ ഉയർച്ച താഴ്ചകളെ മുൻകൂട്ടി കണ്ട് പന്തയം വയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. സാമ്പത്തിക വിപണിയിൽ കൗതുകകരമായിട്ടുള്ള മറ്റൊരു വസ്തുത കൂടിയുണ്ട്. എന്ന് വെച്ചാൽ കൊമെക്സ് എന്ന് പറയും. കൊമെക്സിൽ വ്യാപാരം ചെയ്യുന്ന പേപ്പർ ഗോൾഡിൻ്റെ എന്ന് വെച്ചാൽ കടലാസിൻ്റെ രൂപത്തിലുള്ള സ്വർണ്ണ നിക്ഷേപം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. അളവ് പലപ്പോഴും ലോകത്തിലെ യഥാർത്ഥ ഭൗതിക സ്വർണ്ണ വിതരണത്തേക്കാൾ 100 മുതൽ 1 എന്ന ഭീമമായിട്ടുള്ള അനുപാതത്തിൽ കൂടിയാണത്. അതിൽ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഹെഡ്ജ് ഫണ്ടുകളും അതേപോലെ തന്നെ വൻകിട സ്ഥാപനങ്ങളും നിയന്ത്രിക്കുന്ന ഈ വിപണി എന്ന് പറയുന്നത് അമേരിക്കൻ പണപ്പെരുപ്പ ഡാറ്റയോടും അതേപോലെ തന്നെ ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് തീരുമാനങ്ങളോടും തൽക്ഷണം പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഈ കടുത്ത ഊഹക്കച്ചവടമാണ് വിപണിയിലെ പെട്ടെന്നുള്ള കുതിച്ചുചാട്ടങ്ങൾക്ക് ഇടിവുകൾക്കും ഒക്കെ തന്നെ കാരണമാകുന്നത്. മാക്രോ ഇക്കോണമിക് ഡാറ്റയോട് സ്പോട്ട് മാർക്കറ്റ് തത്സമയം പ്രതികരിക്കുമെങ്കിലും സാധാരണ റീറ്റെയിൽ നിക്ഷേപകർക്ക് ഈ സ്പോട്ട് വിലയിൽ നേരിട്ട് സ്വർണം ലഭിക്കാറില്ല. നാണയങ്ങൾ, അതേപോലെ തന്നെ ബാറുകൾ, ആഭരണങ്ങൾ എന്നിവ ഉള്ള രൂപത്തിലാണ് അത് അങ്ങനെ വാങ്ങുമ്പോഴാണ് സ്പോട്ട് വിലയ്ക്ക് പുറമെ നിർമ്മാണ ചെലവ് എന്നുള്ളത്, അതേപോലെ തന്നെ ഗതാഗതം, ഇൻഷുറൻസ്, ഡീലർമാരുടെ ഒരു ലാഭം എന്നിവ കൂടി അതും കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രീമിയം തുക നൽകേണ്ടി വരുന്നത്. വിപണിയിൽ സ്വർണത്തിന് ഡിമാൻഡ് ഏറുന്ന ഘട്ടങ്ങളിൽ ഈ പ്രീമിയം നിരക്കുകൾ ഗണ്യമായിട്ട് ഉയരാറുമുണ്ട്. സ്വർണ്ണ വിപണിയിലെ അതിശക്തമായിട്ടുള്ള അദൃശ്യ കൈ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ കേന്ദ്ര ബാങ്കുകളുടേതാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഫോർട്ട് നോക്സ് പോലുള്ള അതിസുരക്ഷിത നിലവറകളിൽ
8133 മെട്രിക് ടണ്ണിലധികം സ്വർണം സൂക്ഷിച്ചിരിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രഷറിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപകൻ എന്ന് വേണമെങ്കിൽ പറയാം. ആഗോള റിസർവ് കറൻസി എന്ന നിലയിൽ അമേരിക്കൻ ഡോളറിൻ്റെ പദവിക്ക് ഈ വൻ ശേഖരം ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള കരുത്ത് നൽകുന്നുണ്ട്. എന്നാൽ സമീപകാലത്ത് വിപണിയിലെ താരം വളർന്നു വരുന്ന മറ്റ് ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ് വിപണിയിലെ ഏറ്റവും സ്ഥിരതയുള്ള വാങ്ങലുകാരായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. സ്പോട്ട് വിലയിൽ പെട്ടെന്നുള്ള കുതിച്ചുചാട്ടം ഒഴിവാക്കാനായിട്ട് പലപ്പോഴും ഓഫ് മാർക്കറ്റ് ഇടപാടുകളിലൂടെയാണ് ഇവർ സ്വർണം സ്വന്തമാക്കുന്നത്. തങ്ങളുടെ പരമാധികാര റിസ്ക് വൈവിധ്യവൽക്കരിക്കാനും അതേപോലെ തന്നെ അമേരിക്കൻ ട്രഷറി ബോണ്ടുകളെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമാണ് ഈ കേന്ദ്ര ബാങ്കുകൾ സ്വർണത്തെ ഒരു നിഷ്പക്ഷ ആസ്തിയായി കണ്ട്, അതായത് വൻതോതിൽ ശേഖരിക്കുന്നത്. ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം പലിശ നിരക്കുകളും അമേരിക്കൻ ഡോളറിൻ്റെ ശക്തിയും സ്വർണ്ണവിലയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പണപ്പെരുപ്പം ബോണ്ടുകളിൽ നിന്നുള്ള ലാഭത്തെ ബാധിക്കുമ്പോൾ സ്വർണം പ്രിയപ്പെട്ട അഭയകേന്ദ്രമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. സ്വർണ്ണവില യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിലെ ഡോളറിലാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ശക്തമായിട്ടുള്ള ഡോളർ മറ്റ് കറൻസികൾ വാങ്ങുന്ന ആളുകൾക്ക് സ്വർണത്തെ കൂടുതൽ ചിലവേറിയതാക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ കടുത്ത ഭൗമരാഷ്ട്രീയ പിരിമുറുക്കമുള്ള ഘട്ടങ്ങളിൽ സ്വർണവും ഡോളറും ഒന്നിച്ച് ഉയരുന്ന അപൂർവ പ്രതിഭാസവും ഉണ്ടാകാറുണ്ട്. സ്പോട്ട് വിലകൾ നിലവിലെ സാഹചര്യങ്ങളെ കാണിക്കുമ്പോൾ സ്വർണ്ണ ഫ്യൂച്ചറുകൾ ഭാവിയെക്കുറിച്ചിട്ടുള്ള വിപണിയുടെ പ്രതീക്ഷകളെയാണ് രൂപപ്പെടുത്തുന്നത്. ഭാവിയിലെ പണപ്പെരുപ്പം, പലിശ നിരക്കുകൾ, ആഗോള അപകട സാധ്യതകൾ എന്നിവ ഫ്യൂച്ചേഴ്സ് വിലകളിൽ മുൻകൂട്ടി പ്രതിഫലിക്കുന്നു. വലിയ ഖനന കമ്പനികൾ തങ്ങളുടെ വില നഷ്ടസാധ്യതകൾ ഒഴിവാക്കാൻ ഫ്യൂച്ചേഴ്സ് കരാറുകളെ ആശ്രയിക്കുന്നു. വിപണിയിലെ ദീർഘകാല വിലമാറ്റങ്ങളുടെ കൃത്യമായിട്ടുള്ള സൂചനകൾ നൽകാൻ ഈ ഫ്യൂച്ചേഴ്സ് കർവുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. സ്വർണത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അത് വെറും ഒരു ഹ്രസ്വകാല കച്ചവടമല്ല എന്നുള്ളതാണ്, മറിച്ച് ദീർഘകാലത്തെ ഒരു തന്ത്രപരമായിട്ടുള്ള ആസ്തിയാണെന്ന് മനസ്സിലാക്കാം. മുൻകാല പ്രതിസന്ധി ഘട്ടങ്ങളിലും പണപ്പെരുപ്പ കാലങ്ങളിലും സ്വർണം നിക്ഷേപകർക്ക് മികച്ച സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിലുള്ള വിശ്വാസം ദുർബലമാകുമ്പോൾ സ്വർണത്തിൻ്റെ പ്രസക്തി ഏറുന്നു എന്നുള്ളതാണ്. ആധുനിക നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണവില വെറുമൊരു സംഖ്യയല്ല, അത് ആഗോള ഭൗമരാഷ്ട്രീയത്തിൻ്റെയും അതേപോലെ തന്നെ സുസ്ഥിരതയുടെയും തത്സമയ സൂചികയാണ്. എല്ലാ ദിവസവും ഓരോ നിമിഷവും വിപണിയെ അത് സ്വയം നിർണയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്.